ഇന്നിപ്പോൾ പെട്ടെന്നാണ് ഒരു വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് കാണാനിടയായത്. അപ്പോൾ അതിൽ ഒരഭിപ്രായം പറയണോ പറയണ്ടേ എന്ന് പലതവണ ആലോചിച്ചപ്പോൾ അഭിപ്രായം പറയാതിരുന്നാൽ അതൊരു നീതികേടാകും എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താമെന്ന് കരുതുന്നത്. ഇവിടെ അത് പറയാനുള്ള കാരണം, ഒന്ന്, വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് നമുക്ക് വായിൽ വരുന്നില്ല, അല്ലെങ്കിൽ ചിന്തയിൽ വരുന്നില്ല. എന്തായാലും വേടൻ എന്നല്ല ഒഫീഷ്യൽ നെയിം നമുക്കറിയാം. അദ്ദേഹവും വിളിക്കാൻ ആഗ്രഹിക്കുന്ന വേടനാണ് എന്നുള്ളത് കൊണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കാൻ ഉചിതമായിട്ടുള്ള പേരും മറ്റൊന്നില്ല. അപ്പോൾ വേടൻ എന്ന കലാകാരൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നു വന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. അത് അദ്ദേഹത്തിന്റെ കൈവശം കഞ്ചാവ് ഇരിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നറിയപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതായിട്ടും, പിന്നീട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു പുലിയുടെ പല്ലോ നഖോ എന്തോ കണ്ടു. എന്താ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. അതാണ് പല്ലോ നഖോ, നിസാരാക്കല്ല, അങ്ങനെ കരുതരുത്. അപ്പം എന്തായാലും ശരി, അത് കണ്ടു. അതിന്റെ പേരിൽ ഈ വനവകുപ്പ് നടപടിയെടുക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വളരെ ശക്തമായി വരുന്നതും നെഗറ്റീവും പോസിറ്റീവുള്ള പരാമർശങ്ങൾ വരുന്നതും, ആ സന്ദർഭത്തിൽ മാധ്യമങ്ങളിൽ അദ്ദേഹം ഒരു പട്ടികജാതി ദലിത് വിഭാഗത്തിൽപ്പെട്ട ആളാകുന്നത് കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയാണെന്നും പറയുന്ന സമയത്ത് ആ ഒരു വിഷയത്തിൽ നമ്മളുടെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം ഒരു പട്ടികജാതിക്കാരനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു അനീതി പ്രവർത്തിച്ചാൽ അത് നിസാരവൽക്കരിക്കാൻ പാടില്ല എന്നായിരുന്നു നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ദലിത് എന്ന് പറഞ്ഞാൽ അയാൾ കഞ്ചാവ് അടിക്കുന്നവനാണ്, ഒരു പാരമ്പര്യം കഞ്ചാവാണ്, കള്ളാണ് എന്ന് പറയുന്ന രീതിയിൽ മാധ്യമങ്ങൾ പറയുന്നു എങ്കിൽ, ദലിത്, ആദിവാസി, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ പാരമ്പര്യം ഇത്തരത്തിൽ എന്താ പറയുക, ആ ഒരു തരം താഴ്ന്ന രീതിയല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സമൂഹങ്ങളുടെ പ്രതിനിധിയായിട്ട് വേടനെ ചിത്രീകരിക്കരുത്. വേടന്റെ കലയും വേടന്റെ കഴിവും അതിനെ വേണമെങ്കിൽ ഇതിനോട് ബന്ധപ്പെടുത്താം. അല്ലാണ്ട് ഈ ആൾക്കാരിങ്ങനെ കഴിക്കും, അത് അങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള പോലെ നിസാരവൽക്കരിക്കണ്ട. അവർ അത് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നീതി നിഷേധമാണെങ്കിൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം. അല്ലാതെ കലാഭവൻ മണിയെ പോലെയൊക്കെയുള്ള കലാകാരന്മാർ എങ്ങനെയാണ് മരിച്ചത് നമുക്കറിയാൻ പറ്റും. ആ ജീവിതത്തിൽ കുറച്ച് അശ്രദ്ധയുണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് മദ്യപിക്കാത്ത ആളുകളൊന്നും അല്ല ഈ ലോകത്തുള്ള എല്ലാവരും. അപ്പൊ കലാഭവൻ മണി മദ്യപിച്ചിരുന്നു. പക്ഷെ എന്താണ്, അതേ അളവിൽ കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെ നഷ്ടപ്പെട്ടു നമുക്ക് എല്ലാവർക്കും അറിയാം. വിനായകനാണെങ്കിലും നല്ലൊരു കലാകാരനാണ്. അദ്ദേഹവും തന്റെ കലയിൽ മികവ് പുലർത്തുമ്പോഴും അദ്ദേഹത്തിന്റെ സാമൂഹികമായ ഇടപെടൽ, ഒരു സമൂഹത്തിൽ വർത്തിക്കുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട രീതിയിലല്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോൾ അത് ദലിതനായതുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഇവരൊക്കെ സ്വയം തിരുത്തപ്പെടേണ്ടതും ഇവരെ ആ സമൂഹങ്ങളുടെ പ്രതിനിധിയായിക്കൊണ്ട് തന്നെ നല്ല വ്യക്തവും ശക്തവുമായിട്ട് സാംസ്കാരികമായിട്ടുള്ള ഉന്നതി കൈവരിച്ചുകൊണ്ട്, ഒരു ഉന്നതി ഇല്ല എന്നില്ല, പക്ഷെ കാണിക്കുന്നത് ഉന്നതിയുള്ള പോലെയല്ല, അത് സത്യസന്ധമാണ്. അപ്പൊ അങ്ങനെ ആകരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തിൽ നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. അപ്പൊ അവിടെ വേടന്റെ കലയെ അല്ല പറഞ്ഞത്, വേടനെപ്പോലുള്ള ഈ സമൂഹത്തിലുള്ള കലാകാരന്മാരെ പറഞ്ഞിട്ടില്ല, അവരുടെ ഒന്നും ആശയത്തെ നമ്മളെ ആക്ഷേപിച്ചിട്ടില്ല. അവരുടെ ദുഷിപ്പ് അല്ലെങ്കിൽ ദുശീലങ്ങൾ ഈ ജനതയുടെ പാരമ്പര്യത്തിൽ കെട്ടിവെക്കരുത്, അങ്ങനെ അതിനെ നിസാരാക്കുകയും ചെയ്യരുത്. തെറ്റാണ്. പിന്നെ സ്വാഭാവികമായിട്ടും പല്ലും നഖമൊക്കെ പറയുന്ന നേരത്തെ നമ്മൾ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ പോലും വേടന്റെ കഴുത്തിൽ ഒരു പുലിയുടെ പല്ലാണെങ്കിൽ അത് നിയമവിരുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ടതാണ്. എന്നാൽ സിനിമാ നടൻ മോഹൻലാലിന്റെ വീട്ടിലിരിക്കുന്നത് ആനക്കൊമ്പാണ്, സുരേഷ് ഗോപിയുടെ കഴുത്തിലുണ്ട്. ഇത് നമുക്ക് അറിയാണ്ടല്ല. നമ്മൾ ഈ വിഷയം പറയുമ്പോൾ മോഹൻലാലിന്റെ സമുദായമോ സുരേഷ് ഗോപിയുടെ സമുദായമോ അല്ല എടുക്കുന്നത്. ഈ രണ്ട് പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളും അതുപോലെ തന്നെ വേടനാവുമ്പോൾ ഇവിടെ ഒരു നീതി നിഷേധമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു എന്താ പറയാ, നമ്മളെയൊക്കെ ഒരു ചിന്താ പദ്ധതിക്ക് കുറച്ച് കുറവുണ്ട് എന്നുള്ളതും അതിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് വിചാരം ചെയ്യാം. ഇത് നമ്മൾ വിചാരം ചെയ്യണം. അല്ലാണ്ട് മോഹൻലാലിനെ പറയുമ്പോൾ മോഹൻലാൽ ഇന്ന സമുദായക്കാരൻ, വേടനെ പറയുമ്പോൾ വേടൻ ഇന്ന സമുദായക്കാരൻ, ആ സമുദായം പിടിക്കണ്ട, അവരുടെ രാഷ്ട്രീയം പിടിക്കണ്ട. അപ്പോൾ മോഹൻലാലിന് പോലും ഒരു ആനക്കൊമ്പ് വെച്ചിട്ട് ഒരു പ്രശ്നമില്ലെങ്കിൽ വേടനെ ഇത് ചെയ്യാമെന്നല്ല. അപ്പൊ അവിടെയും ഈ ഒരു എന്താ പറയാ, ഒരു പരിഗണന അദ്ദേഹത്തിനും കൊടുക്കണം എന്നുള്ളതാണ്. അത് ഇവർ സിനിമാ നടന്മാരാവുന്നത് കൊണ്ടോ പാട്ടുകാരന്മാരാകുന്നത് കൊണ്ടോ അല്ല. രണ്ടാളും ഇന്ത്യയിലെ സിറ്റിസണാണ്, രണ്ടാൾക്കും തുല്യനീതിയാണ്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ അല്ലെങ്കിൽ നമ്മളോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഈ ഭേദമൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഈ രാജ്യത്തെ പ്രജകളല്ല, പൗരന്മാരാണ്. തുല്യനീതിയാണ് ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്നത്. അതിൽ സമുദായം കൊണ്ടോ അവരുടെ ഒന്നും സാമ്പത്തിക സ്ഥിതി കൊണ്ടോ പോപ്പുലാരിറ്റി കൊണ്ടോ ഒന്നല്ല നീതി നടപ്പാക്കേണ്ടത്. എന്നാൽ തന്നെ നമ്മുടെ നിയമങ്ങളിൽ പണ്ട് മനുസ്മൃതിയെ കുറ്റം പറയുന്ന ആളുകളോട് ഒന്ന് പറയാനുള്ളത്, അന്ന് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഒക്കെ ഒരു പ്രാധാന്യം കൊടുത്തെങ്കിൽ ഇന്നും തന്നെ അധികാരികൾക്ക്
ഒരു പ്രിവിലേജിന്റെ ഭാഗമായിട്ട് നിയമത്തിൽ ഒരുപാട് പരിരക്ഷകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതൊരു നീതികേട് തന്നെയാണ്. ഇവിടുത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും തുല്യനീതി വേണം. അപ്പോൾ ആ വിഷയം നമ്മളന്ന് പറഞ്ഞില്ലെങ്കിലും അതുണ്ട്, അത്ര നീതികേട് ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇപ്പോഴും വേടനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുഖപത്രമായി വിശേഷിപ്പിക്കപ്പെടുന്ന കേസരി പത്രത്തിന്റെ മുഖ്യ പത്രാധിപനായിരിക്കുന്ന മധുജി, ഇനീഷ്യലി നമുക്കാണ് വരുന്നില്ല, മധുജിയെ നേരിട്ട് പരിചയമില്ല, അദ്ദേഹത്തിന്റെ കുറെ സ്പീച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു സ്വയം സേവകനാണെന്നും വർഷങ്ങളായിട്ട് അദ്ദേഹം നല്ല കാലം തൊട്ട് അദ്ദേഹം അതിൽ തന്നെ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെയോ ഒക്കെ ഭാഗമായിട്ട് അതിന്റെ കുറച്ച് ഭാഗമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നിരുന്നാലും കേട്ട ഭാഗങ്ങൾ വെച്ചിട്ട് തന്നെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തോടും നമ്മുടെ പാരമ്പര്യങ്ങളോടും സമ്പ്രദായങ്ങളോടും ഒരു നീതി പുലർത്താത്ത രീതിയിലുള്ള ഒരു സംസാരം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ വേടന്റെ കലയെ അദ്ദേഹം, കലാപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശത്തെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ, അദ്ദേഹത്തിന്റെ ആശയത്തെ, അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തെയൊക്കെ ഒരു ചിത്രീകരിക്കുന്ന രീതിയോട് നമുക്ക് കൃത്യമായി ഈ സമാജത്തിൽ ഹിന്ദു പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അടിസ്ഥാന ഒരു അടിത്തട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധി കൂടിയായി വർത്തിക്കുന്ന, അവരുടെ ആത്മീയതയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒക്കെ ഒരാളെന്ന നിലയ്ക്ക്, ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ അഭിപ്രായം ഈ വിഷയത്തിൽ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് മുൻ സമയത്ത് വേടന്റെ വിഷയത്തിൽ കഞ്ചാവുമായി അല്ലെങ്കിൽ മദ്യോത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ നമ്മൾ ഇപ്പോഴിത് പറഞ്ഞില്ലെങ്കിൽ അത് ആ വ്യക്തിയോട് ചെയ്യുന്ന നീതികേട് പോകും. കാരണം എന്താ വെച്ചാൽ ഒരു സത്യസന്ധമായ കാര്യം പറയുമ്പോൾ അതിന്റെ രണ്ട് വശങ്ങളും പറയേണ്ടതുണ്ട്. നമ്മൾ ആദ്യം പറയാം, നമ്മളൊരു സംഘടനയുടെയോ രാഷ്ട്രീയയുടെ ആളൊന്നുമല്ല. നമ്മളെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മത്തെ ഈ ശ്രേണീകൃതമായിരിക്കുന്ന ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അല്ലെങ്കിൽ ശൂദ്രൻ പഠിച്ച് ബ്രാഹ്മണനാവുക, അല്ലെങ്കിൽ ജന്മം കൊണ്ട് തന്നെ ബ്രാഹ്മണനാവുക, ജന്മം കൊണ്ട് തന്നെ ശൂദ്രരാവുക, ഇത്തരത്തിലുള്ള ശ്രേണീകൃതമായിരിക്കുന്ന ഒരു ഈ ചാതുർവർണ്ണ സിദ്ധാന്തത്തെയോ ചതുരാശ്രമ വ്യവസ്ഥയോ ഒരു ഹയറാർക്കി സിസ്റ്റത്തെ അംഗീകരിക്കുന്ന സനാതന ധർമ്മമല്ല നാം മുന്നോട്ട് വയ്ക്കുന്ന സനാതനധർമ്മം. നമ്മുടെ സനാതനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും സ്വയം സ്വീകരിച്ച് അത് ധാർമ്മിക ബോധത്തോടുകൂടി സത്യസന്ധമായി ധർമ്മനിഷ്ഠമായി ഫലേച്ഛ കൂടാതെ ചെയ്തു തീർക്കുന്ന, ഒരിക്കലും അപകർഷതയില്ലാതെ ചെയ്തു തീർക്കുന്ന, ഹയറാർക്കി ഇല്ലാത്ത ഈക്വാലിറ്റിയുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ് നമ്മൾ പറയുന്ന ധർമ്മം. അത് സനാതനമാണ്. അല്ലാണ്ട് ഹയറാർക്കി സിസ്റ്റമുള്ള ചാതുർവർണ്ണ വേദാന്തർഗതമായിരിക്കുന്ന ഒരു ഒറ്റ സിദ്ധാന്തമല്ല. അതിനെ നമ്മൾ സനാതനമായിട്ടോ അത് ഇതിന്റെ ഒരു ഭാഗമായിരിക്കണം എന്നല്ലാണ്ട് അതിനെ നമ്മൾ ഒരിക്കലും നാം സനാതനധർമ്മം എന്ന് പറയുന്നത് ഉൾക്കൊണ്ടിട്ടില്ല. നമ്മുടെ ഹിന്ദു എന്ന് പറയുന്നത്, നാം ഹിന്ദു എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ പരമ്പരാഗതമായിരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ പാരമ്പര്യം പിൻപറ്റുന്ന മുഴുവൻ ആളുകളെയും ചേർത്തിട്ടാണ് നമ്മൾ ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിലും തന്നെ മറ്റൊരു തരത്തിലും ഒരു ചാതുർവർണ്ണയമോ ഒരു ശ്രേണീകൃത വ്യവസ്ഥയോ ഇല്ല. നമ്മൾ അങ്ങനെയാണ് ലോകരോട് സംസാരിക്കുന്നത്, നമ്മൾ അങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിന്റെ പൈതൃകം പേറുന്ന ഒരു ഗുരുപരമ്പരയുടെ ഒരു കണ്ണി എന്നായിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അഭിമാനത്തോടു കൂടി ഹിന്ദു ആയിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആ ഹിന്ദു 1936 വരെയോ ഇന്നും നിലനിൽക്കുന്നതിന് ഹൈറാർക്കി സംവിധാനം ഉണ്ടെങ്കിൽ അതിന്റെയോ ഭാഗമല്ല. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, മനുഷ്യന് വേരിയേഷൻ ഇല്ലാത്ത, നമ്മളും നമ്മുടെ ശിഷ്യനും ഈക്വൽ ആണെന്ന് ചിന്തിക്കുന്ന, നമ്മളും നമ്മുടെ ഭക്തരും ഈക്വൽ ആണെന്ന് ചിന്തിക്കുന്ന, അവരെക്കാൾ ഒരു മികവും നമുക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മൾ. എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ വേടന്റെ വിഷയം സംസാരിക്കുന്നത്.